യോവേലിനെ പ്രിയ ബഹരന്മാർ കുറിലോസ് ഫെല്ലോഷിപ്പ് അംഗങ്ങളെ, ക്രിസ്തുവിൽ സ്നേഹം. നമ്മൾ ക്രിസ്തുമസ് നോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ. രക്ഷകന്റെ പിറവിക്കായി ലോകം ഒരുങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം ഈ ഒരുക്കത്തിനെ നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അനുതാപത്തിന്റെ ആഹ്വാനം. യോവേൽ 2:12-13. യോവേൽ പ്രവാചകൻ ഇസ്രായേലിനോട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് ശക്തമായ ആഹ്വാനം ചെയ്യുന്നു. അദ്ദേഹം ആവശ്യപ്പെടുന്നത് വസ്ത്രങ്ങൾ കീറിയുള്ള ബാഹ്യമായ ദുഃഖപ്രകടനമല്ല, മറിച്ച് ഹൃദയങ്ങളെ കീറിയുള്ള ആത്മാർത്ഥമായ അനുതാപമാണ്. ക്രിസ്തുമസ് കാലം എന്നത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും അലങ്കാരങ്ങൾ നടത്താനുമുള്ള ഒരുക്കങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെയും കുറവുകളെയും ഓർത്ത് നമ്മുടെ ഹൃദയം കീറി മാനസാന്തരത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിയാനുള്ള സമയമാണ്. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ്. നമ്മുടെ ഹൃദയം ശൂന്യമാക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിനും കൃപയ്ക്കും അവിടെ ഇടം ലഭിക്കുന്നത്. ദൈവത്തിന്റെ കൃപയുടെ വാഗ്ദാനം. യോവേൽ പ്രവാചകൻ ദൈവത്തിന്റെ സ്വഭാവം ഓർമ്മിപ്പിക്കുന്നു. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനും. നമ്മുടെ പാപങ്ങൾ വലുതാണെങ്കിലും ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരുണ അതിനേക്കാൾ വലുതാണെന്നാണ്. തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയതിലൂടെ ദൈവം തന്റെ അനന്തമായ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി. നാം അനുദപിച്ച് തിരികെ വരുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മെ സ്വീകരിക്കാൻ തയ്യാറുള്ളവനാണ്. ആത്മാവിന്റെ പകർച്ച. യോവേൽ 2:28-29. യോവേൽ പ്രവചനത്തിന്റെ ഉച്ചകോടി രക്ഷകനായ മിശിഹായുടെ ആഗമനത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെക്കുറിച്ചുള്ള വാഗ്ദാനമാണ്. അതിനുശേഷം ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ ദിവസങ്ങളിൽ എന്റെ ആത്മാവിനെ പകരും. ക്രിസ്തുമസ് ദൈവപുത്രൻ നമ്മളോടൊപ്പം വസിക്കാൻ വന്നതിന്റെ ആഘോഷമാണ്. പെന്തിക്കോസ്തിലൂടെ ഈ വാഗ്ദാനം നിറവേറി. ഇന്ന് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുകയും ആത്മാവിനെ നൽകുകയും ചെയ്തതിനാൽ നാം ഇനിമേൽ പഴയ ജീവിതത്തിൽ തുടരേണ്ടവരല്ല. ഈ ക്രിസ്തുമസ് നോമ്പിൽ യോവേൽ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി കർത്താവിങ്കിലേക്ക് തിരിയുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അനുതാപമുള്ള ഒരു ഹൃദയത്തോടെ ലോകത്തിന്റെ പ്രകാശമായി പിറന്ന ഉണ്ണിയേശുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ക്രിസ്തുമസ് നോമ്പ് ആശംസിക്കുന്നു.